പേരാവൂരിലേക്കാ? നാളെ എന്താ ആശങ്ക? ആരാ പറഞ്ഞങ്ങനെ പോവില്ല? ആരാ നിങ്ങൾക്ക് ഹിന്റ് തന്നോനെ എനിക്ക് തരണം? ഒരു ദേഷ്യത്തിലും ഇല്ല, എന്നോടൊരു ദേഷ്യം ആടിയില്ല, എനിക്ക് നന്നായി അറിയാം. അല്ല, പ്രശ്നങ്ങളല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തീർത്തിട്ട് പോകുന്ന ആളുകളാണ്. ഞാൻ തന്നെ വിചാരിച്ച 1 മണിക്കൂർ കൊണ്ട് അതൊക്കെ തീരും, അതൊന്നൊരു പ്രശ്നമല്ല. അത് നമ്മൾ തമ്മിലാ പ്രേമന്ന്? ഒരു ശക്തിയുമില്ല. എപ്പോഴും നേരത്തെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ലാഘവമായ ഒരു സാഹചര്യമാണ് ഇന്ന്. അതിലും സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഒന്ന് മഹാഭൂരിപക്ഷം കൂടും. ഇല്ലില്ല, ഞാൻ നിങ്ങൾക്കറിയാലോ തിരക്കല്ലേ, ഒന്നും വൈകിട്ടില്ല. ഞാനും തിരക്കിലായിരുന്നു, അദ്ദേഹവും തിരക്കിലായിരുന്നു. നമുക്ക് തമ്മിൽ കാണാനുള്ള സമയം നമ്മൾ രണ്ടു കൂട്ടരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് ഈ സമയം, കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നു കുറച്ച് സമയം. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ 2 പ്രാവശ്യം പോയി. ഞങ്ങൾ KPCC നിന്നും ചർച്ച ചെയ്തു. ഞാൻ കണ്ണൂർ എത്താൻ താമസിച്ചു, നിയോജകമണ്ഡലത്തിലെത്താൻ ഞാൻ താമസിച്ചു. ശരിക്കും അദ്ദേഹത്തിന് ഈ ഒരു സീറ്റ് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിന് ചർച്ചകൾ നടന്നു, പിന്നീട് ഇത് കിട്ടിയില്ല. സണ്ണിവെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞൊക്കെ അത് ഞാനിപ്പോൾ അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, ഇത് അങ്ങനെ കൊടുക്കണമെന്ന് മത്സരിക്കാൻ പോകുന്ന ആൾ പറയുമോ? പറയാൻ പാടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമല്ലേ? ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വിടുകയല്ലേ? ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരല്ലേ? അത് ശരിയല്ലല്ലോ, നിങ്ങളെ പറയുന്നതേ ശരിയല്ല. അത്ര ഞാൻ ഐ ആം ഫുള്ളി ഹാപ്പി. ഫുള്ളി മാത്രമല്ല, ഫുള്ളി ഹാപ്പി. നമ്മൾ തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കവും ഉണ്ടായിട്ടില്ല, ഒരു പിണക്കവും. നിങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടാ. നിങ്ങൾ ഇതിന്റെ ഒരു കിരാതമായ ആളുകളാണ് നിങ്ങൾ. വളരെ പിന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് കെ സുധാകരൻ ഞങ്ങളുടെ നേതാവാണ്, ഹീസ് മൈ ലീഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിയായപ്പോൾ എന്നെ അദ്ദേഹം DCC പ്രസിഡന്റാക്കി. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സന്ദർഭത്തിൽ എന്നെ KPCC പ്രസിഡന്റാക്കാൻ അദ്ദേഹത്തിൻ്റെ കഠിന പിന്തുണയുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് ആകുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, താൻ പ്രസിഡന്റ് ആകുന്നെങ്കിൽ ഞാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. അത് DCC ഓഫീസിലും KPCC ഓഫീസിലും എനിക്ക് പയ്യാവൂരിൽ നൽകിയ സ്വീകരണത്തിലും അങ്ങനെ തന്നെ 3 പ്രാവശ്യം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ പിന്തുണ ജ്യേഷ്ഠ സഹോദരൻ്റെ പിന്തുണയും സ്നേഹവും എപ്പോഴും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഇല്ലില്ല, ആ തീരുമാനം ഉണ്ടാക്കിയ ശീതസമരേ ഉള്ളൂ, വേറെ സമരമൊന്നുമില്ല. ഇല്ലാത്ത സമരം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വിളമ്പുന്നതാ.